ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഒരു ഇഫ്താർ സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ നോമ്പ് കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്നാക്സ് ഒക്കെ വേണ്ടേ ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈസി ആൻഡ് പെട്ടെന്നുണ്ടാക്കി എടുക്കാവുന്ന ഒരു എഗ് സ്നാക്കുമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൽ എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കുമാണ്. ഇതൊരു മലബാർ സ്റ്റൈൽ കിളിക്കൂടാണ്, അല്ലെങ്കിൽ ബേർഡ്സ് നെസ്റ്റ് എന്നും പറയും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചെറുതായി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, ഇതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, ഒത്തിരി ബ്രൗൺ ആവണ്ട. അപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇത് ഇട്ടിട്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചതിന് ശേഷം ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാൻ ആ ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ചിക്കനിലേക്ക് ഈ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊട്ടറ്റോ ആണ്. അപ്പം ഞാൻ ഇവിടെ 2 വലിയ പൊട്ടറ്റോ കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാഷ് ചെയ്തതാണ്. അപ്പോൾ അത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹാഫാക്കി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് മാഷ് ചെയ്തെടുത്തതാണ്. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ചിക്കനിലും പൊട്ടറ്റോയിലും ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം. കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം, കാരണം പൊട്ടറ്റോയിൽ വെള്ളമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ പൊട്ടറ്റോയും ചിക്കൻ്റെ മിക്സ്ചറെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം. മല്ലിയില ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയാണ് ഇതിന്. അപ്പോൾ അത് ചേർക്കാതിരിക്കരുത്, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തരും ഈ കിളിക്കൂടിന്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ളത് 2 പുഴുങ്ങിയ മുട്ട, അതായത് ഹാർഡ് ബോയിൽഡ് എഗ് ആയിരിക്കണം. എന്നിട്ട് ഒരു മുട്ട 4 മുറിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം. വേണമെങ്കിൽ പിന്നെ ഒന്ന് മുറിക്കാം, എന്നിട്ട് ചെറിയ പീസാക്കി വെക്കാം. അല്ലെങ്കിൽ 2 മുറിച്ചാലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിക്കാം. അതിൻ്റെ അകം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു മുട്ട, ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ വേണ്ടത് കുറച്ച് സേമിയയാണ്. ഇത് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ചെറിയ സേമിയയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ സേമിയയാണെങ്കിൽ അതൊന്ന് ഒടിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് കുറച്ച് എടുത്താൽ മതി, കാരണം നമ്മൾ ആ കിളിക്കൂട് അല്ലെങ്കിൽ കട്ട്ലറ്റ് നമ്മൾ മുട്ടയെ മുക്കിയിട്ട് അതിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് സോഗിയായി പോവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയെ ആദ്യം എടുക്കാവൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി.
അപ്പോൾ ഈ പൊട്ടറ്റോ ചിക്കൻ മിക്സ്ചർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അതായത് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പീസ് മുട്ട വെച്ചിട്ട് നന്നായി കവർ ചെയ്തെടുക്കണം, സീൽ ചെയ്തെടുക്കണം. ഇത് നമ്മൾ മറ്റേ എഗ് കബാബ് ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ചിക്കൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രെഡിങ് സേമിയ കൊണ്ടുള്ളതാണ്, ബ്രെഡ് ക്രംസ് അല്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇങ്ങനെ മുട്ട വെച്ച് നന്നായിട്ട് സീൽ ചെയ്തിട്ട് നമുക്കിത് അടിച്ചു വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സ്ചറിലേക്ക് മുക്കി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഈ മുട്ട തേച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് വറക്കാൻ നേരത്ത് മാത്രമേ സേമിയ കൊണ്ട് കോട്ട് ചെയ്യാവൂ. കാരണം അല്ലെങ്കിൽ അത് സോഗിയായി പോവും. അപ്പോൾ എല്ലാം കൂടെ മുട്ടയിൽ മുക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കടായിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വറുക്കാൻ എടുക്കുന്ന പാത്രത്തിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഈ കിളിക്കൂട് നമ്മൾ സേമിയയിൽ മുക്കാവൂ. അപ്പോൾ എൻ്റെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കിളിക്കൂട് എടുത്തിട്ട് സേമിയയിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ സേമിയയിൽ കോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ സേമിയ പിന്നെയും സോഗിയാവും. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണം ഈ സ്റ്റെപ്പ്. എന്നിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക വീണ്ടും. എന്നിട്ട് നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇതിടാം. എന്നിട്ട് വറുത്തെടുക്കാം. ഇത് വറുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ കിളിക്കൂടും അല്ലെങ്കിൽ ബേർഡ്സ് നെസ്റ്റ് നമുക്കങ്ങനെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം ഒരുമിച്ചിടാം. നിങ്ങളുടെ പാൻ വലുതാണെങ്കിൽ 2 എണ്ണം ഒക്കെ ഇടാം, നോ പ്രോബ്ലം. ഞാനിവിടെ എൻ്റെ ഈ പാത്രം ചെറുതായതുകൊണ്ട് മാത്രമാണ് അറ്റ് എ ടൈം ഒരെണ്ണം വറുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മലബാർ സ്റ്റൈൽ കിളിക്കൂട് അല്ലെങ്കിൽ ബേർഡ്സ് നെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഇഫ്താറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി സ്നാക്കുമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ല്. വീഡിയോസ് എല്ലാം ഷെയറും ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.